ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോയിട്ടുള്ളത് ചെറുപുഴ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ്. എന്തിനാന്ന് വെച്ചാൽ 9 മുതൽ 17 വരെ അവിടെ ഉത്സവം നടക്കുകയാണ്. ഞങ്ങൾ അരിയുടുത്തി മുനയങ്കുന്ന് ഭാഗത്തുനിന്ന് വരുന്ന കാഴ്ച കാണാനായിട്ട് മെയിനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തായി കുത്തിക്കയറ്റുന്നതെന്ന്. അതിനിടെ ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. അതാണ് ഇവൻ ഈ പഴംപൊരി കുത്തിക്കയറ്റുന്നത് കാണുന്നത്. അതിനിടെ ഞാനൊരു വടയും കഴിച്ചു. കാഴ്ച വരുന്നേ ഉണ്ടായിട്ടുള്ളൂ. അതിനിടെ ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ചൂട് ചായയും കൂടെ കുടിച്ചു. ഈ കാണുന്ന പ്രശാന്ത് ഹോട്ടലിൽ നിന്നാണ് കുടിച്ചത്. ഈ ഹോട്ടൽ വരുന്നത് ചെറുപുഴ തിരുമേനിക്ക് തിരിയുന്ന വഴിയിൽ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. അതിനിടെ ഞങ്ങൾ വേറൊരാളും കൂടി വിളിച്ചു വരുത്തി. ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ഇതാണ് റോഷൂട്ടൻ്റെ പാപ്പൻ, സ്വന്തം ജസ്റ്റിൻ പാപ്പൻ. ആദ്യം കുറച്ച് പോകാൻ മടിയാണെങ്കിലും പിന്നെ ആൾ സെറ്റായി. നല്ല ആളാണ്. ചെണ്ടമേളം കേൾക്കാൻ കൊണ്ടുവന്ന്. അതിനിടെ അവൻ ഫ്ലാറ്റായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എണീറ്റായിരുന്നു. നിങ്ങൾ കണ്ടോ എത്ര രസമായിട്ടാണ് ഈ കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുന്നത്. മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ആയാലും നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. അത് എല്ലാത്തിൻ്റെ അവസാനം, അതായത് ഈ കാഴ്ചയുടെ ഏറ്റവും അവസാനം വരുന്നത് നല്ല തകർപ്പൻ ഡാൻസാണ്, പിള്ളേരുടെ ഡാൻസാണ്. നല്ല ലൈറ്റും സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനിടെ എൻ്റെ അനീഷേട്ടൻ്റെയും പിന്നെ റോഷൂട്ടിൻ്റെയും ജസ്റ്റിൻ ചേട്ടൻ്റെയും ഒരു പട്ടിഷോ. രസമുണ്ടായിരുന്നു. ചെറുപുഴ മുഴുവൻ കളർഫുള്ളായിരുന്നു. നിങ്ങളിത് കണ്ടോ? ഇത് പല നിറത്തിലുള്ള ഈ വട്ടം കറക്കുന്ന സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതൊക്കെ കുറച്ച് ക്ഷേത്രത്തിനടുത്തോട്ട് പോയപ്പോൾ ഞാൻ കമ്മലോ വല്ലതും മേടിക്കാമെന്ന് കരുതി ഒരു കടയിൽ കയറി. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാനൊന്നും മേടിച്ചിട്ടില്ല. എല്ലാം നോക്കി, പക്ഷേ എനിക്കൊന്നും ഇഷ്ടമാവാത്ത പോലെ തോന്നി. അതെല്ലാം റേറ്റ് ഭയങ്കരമല്ലേ ഇങ്ങനത്തെ കടകളിലൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റിൻ ചേട്ടൻ ഒരു കാറ് വല്ലതും മേടിച്ചു കൊടുത്തായിരുന്നു. റോഷൂട്ടന് ഒരു കുഞ്ഞി കാറെന്തോ അവർ നോക്കുവാണ്. ഇതാണ് നമ്മുടെ ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം. അത് കഴിഞ്ഞൊരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. തെയ്യം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ഷോ ആയിരുന്നു. അതൊന്നും കാണാനൊന്നുമില്ല. കുറേ ലേറ്റ് ആയിരുന്നു വരുമ്പോൾ. കൊച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം വരാമെന്ന് കരുതി. ഞങ്ങൾ പോകുമ്പോഴത്തെ എല്ലാം തീർന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 മുളക് ബജി വാങ്ങി. അതിനിടെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മുളകിന് എരിവുണ്ട്, അതായത് എനിക്ക് കിട്ടിയ മുളകിന് മാത്രം ഭയങ്കര എരിവുണ്ടെന്നൊക്കെ പറഞ്ഞ് കത്തിയടിക്കുക. പിന്നെ അവിടെയൊക്കെ കുറച്ചൊന്നും ലാത്തി, വേറെ ഒരു പണിയില്ലായിരുന്നു. കുറച്ച് അവിടെയൊക്കെ നോക്കി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയൊക്കെ നടന്നു. എത്ര രസമായിട്ടാണുള്ള ഈ ഒരു സ്റ്റാച്യു അവരുണ്ടാക്കിയിരുന്നത്. കലാഭവൻ ചേട്ടനെ കൊത്തിവെച്ച പോലെ തന്നെയുണ്ട്. അവിടെ നിറയെ ബലൂണും ഫുള്ളും കളിക്കുന്ന മൊത്തം സാധനങ്ങളും തിന്നുന്നതും പൊരിയും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റ അടിക്കുന്നുണ്ട്. കാരണം ഞാനും ഇങ്ങനെ കുഞ്ഞിൽ
പോണ സമയത്ത് അമ്മേനോട് ബലൂണ് നൈട്രജൻ ബലൂണ് അതൊക്കെ വാങ്ങുന്നതും ഐസ്ക്രീം കഴിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോൾ ഒരു ബട്ടർ നാനും പിന്നെ ബട്ടർ ചിക്കനും കഴിച്ച് വീട്ടിലോട്ട് വന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.